ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 85 ശ്ലോകം 8-9. തതഃ സപദി ചേദിപോ മുനിനൃപേഷു തിഷ്ഠത്സ്വഹോ സഭാജയതി കോ ജഡ പശുപതുർദുരൂഢം വടും ഇതി ത്വയി സദുർവചോ വിതതി മുദ്വമന്നാസനാത് ഉദാപതദുദായുധ സമപതന്നമും പാണ്ഡവാഃ നിവാര്യ നിജപക്ഷഗാനഭിമുഖസ്യ വിദ്വേഷിണഃ ത്വമേവ ജഹൃഷേ ശിരോ ധനുജധാരിണാ സ്വാരിണാ ജനുസ്ത്രിതയ ലബ്ധയാ സതത ചിന്തയാ ശുദ്ധധീഃ ത്വയാ സ പരമേകതാമധൃതയോഗിനാ ദുർലഭാം. തതഃ സപദി ചേദിപഃ മുനിനൃപേഷു തിഷ്ഠത്സു അഹോ സഭാ ജയതി കഃ ജഡഃ പശുപതുർദുരൂഢം വടും ഇതി ത്വയി സഹ ദുർവചഃ വിതതം ഉദ്വമൻ ആസനാദ് ഉദാപതത് ഉദായുധഃ സമപതൻ അമും പാണ്ഡവാഃ നിവാര്യ നിജപക്ഷഗാൻ അഭിമുഖസ്യ വിദ്വേഷിണഃ ത്വം ഏവ ജഹൃഷേ ശിരഃ ധനുജധാരിണാ സ്വഅരിണാ ജനുഃ തൃതയാ ലബ്ധയാ സതത ചിന്തയാ ശുദ്ധധീഃ ത്വയാ സഹ പര ഏകതാം അധൃത യോഗിനാം ദുർലഭാം. പദങ്ങൾ. ഹരേ കൃഷ്ണ. പോന ശ്ലോകത്തിൽ പാത്തോം ആരെ ആക്കും അഗ്രപൂജയ്ക്ക് വേണം കേൾക്ക. സഹദേവൻ കൃഷ്ണനാക്കും അതുക്ക് യോഗ്യൻ അപ്പടിന്ന് ചൊന്നാവുങ്കറന്ന് പാത്തു. ഇനി 8ാவது ശ്ലോകത്തിൽ അഹോ മുനി നൃപേഷു തിഷ്ഠത്സു. ആശ്ചര്യം. അഹോ ചൊല്ലറ എത്രയോ മഹർഷിമാരിരിക്കുക, രാജാക്കന്മാരിരിക്കുക, ഇവ എല്ലാവരും ഇരിക്കർത്തേ പശുപതുർദുരൂഢം വടും കഃ ജഡഃ സഭാജയതി. ഇത് ചൊല്ലപ്പെട്ടത് ശിശുപാലനാക്കും. ശിശുപാലൻ ഭഗവാൻ കൃഷ്ണനുക്ക് അത്ത പിള്ളை. ശിശുപാലൻ ജനിച്ച ഉടനെ 3 കൈയും 3 കണ്ണും എക്സ്ട്രാ വരല്ലോ அப்படி என்ன இருந்தது. അപ്പോൾ അമ്മ ரொம்ப சங்கடப்படுறா, இப்படி குழந்தை பிறந்திருக்கே சொல்லி. அப்போ அசரீரி கேட்கறது, இந்த குழந்தைய ஆறு தொடர்த்தே இந்த 3வது கண்ணும் அந்த எக்ஸ்ட்ரா இருக்கப்பட்ட அங்கവും போகிறதோ அந்த ஆளோடு கையாலேயாக்கும் வதம் அந்த குழந்தைக்கு அப்படின்னு அசரீரி கேட்கறது. அப்படி குழந்தை வளர்ந்து பெருசாகிறது ഓരോരുത്താൾട്ടെയും കൊടുക്കറത്തെ അമ്മ ரொம்ப ഇതാ പാത്തപ്പഴം. அப்படி ഒരു നാളേക്ക് വസുദേവരും ദേവകിയും കൃഷ്ണനും എല്ലാമ അങ്ങ് പോറ. കാരണം കൃഷ്ണൻ 10 വയസ്സ് വരയ്ക്കും ഗോകുലത്തിലേ ഇരുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ട് അപ്പുറം പോറ. പോയി കഴിഞ്ഞ് കൃഷ്ണൻ കയ്യാൽ തൊട്ടപ്പോൾ അന്ത 3வது കണ്ണും അന്ത എക്സ്ട്രാ ഇരിക്കപ്പെട്ട ഒരു അംഗവും പോയെടുത്തു. ഉടനെ അത്ത കൃഷ്ണന് കാലിൽ വിഴുந்து കേട്ടുകറ, എന്നോട് കുഴന്തയാ നീ കൊല്ലപ്പെടാതെ. അപ്പം തന്നെ ഇപ്പിടി കേൾക്കറാ ഇല്ല കേൾക്കരുത്. இந்த மாதிரி അശരീരി ഇരുന്നത് ആര് തുടർത്തിയാക്കുമ്പോൾ അന്ത 3ാം കണ്ണ് പോപ്പെട്ടത് അന്ത ആളെ കയ്യിൽ എന്താക്കും വധം. അപ്പം അപ്പടി ഒരു വിധി അന്ത കുഴന്തയ്ക്ക് ഇരുന്നാൽ അത് ആരാലും മാറ്റാൻ വേണ്ടിയും കേൾക്കറ കൃഷ്ണൻ. അപ്പോൾ ചൊല്ലറ, ശരി 100 വാട്ടി അവനെന്നെ തിട്ടിനാലും നീ ഒന്നും ചെയ്യപ്പെടാതെ 100 മീറിന വധം പണിക്കും அப்படின்னு சொல்லுவேன்.
അപ്പോൾ കൃഷ്ണൻ ശരിയെന്ന് ചൊല്ലുക. അപ്പോൾ ഓരോ വാട്ടി അമ്മ ചൊല്ലിയാണ് ഇപ്പോൾ കൃഷ്ണനോട് മുന്നാടി നീങ്ങിയാത് പോനാ 99 സ്റ്റോപ്പ് പണിക്കണം. അപ്പോൾ അവൻ തിട്ടത്തെ കൗണ്ട് പണിന്ത് തിട്ടുക. നമ്മൾ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ കൗണ്ട് പണിന്ത് നമ്മൾ ചൊല്ലറാ മാതിരി കൃഷ്ണരെ തിട്ടത്തെ കൗണ്ട് പണി 99 നിർത്തി വിടുക. അപ്പം ഇന്ത് അഗ്രപൂജയ്ക്ക് കൃഷ്ണനെ കൊണ്ടുവന്ന് ഒക്കാത്തിനാ കേട്ടതും താങ്കാൻ മുടിയല്ലേ ശിശുപാലനക്കും രുക്മിണി ദേവിയെ കല്യാണം മണ്ണിക്കകത്തേക്ക് ഇരുന്നത്. അന്ത് താൻ കല്യാണം മണ്ണിക്കപ്പെട്ട ഇടത്തിലെ വേഷമെല്ലാം പോയിട്ട് റെഡിയാ പോയി നിന്ന് നേരത്തിലേക്ക് കൃഷ്ണൻ വന്ന് രുക്മിണിയെ എടുത്തുകൊണ്ട് പോയിട്ടാൽ അതോട് മനസ്സുക്കുള്ള കിടക്കുക. അന്നേക്ക് എല്ലാവരോടും മുന്നാടി കല്യാണത്തേക്ക് ചൊല്ലി പോയിട്ട് തിരുമ്പി കല്യാണ മഹായിക്ക് തിരുമ്പി വന്നോ മാപ്പിളയാ പോയി തിരുമ്പി വെറുമെന്നെ തിരുമ്പി വന്നോங்கிற വേദനയെല്ലാം നിറയിരിക്കും. അപ്പോൾ പശുപ ദുർദുരൂഢം വടും എടയനാക്കും ദുരാചാരനാക്കും കഹ ജഡഹ കൊള്ളരുതാത്തവനാക്കും ജളെന്നും ചൊല്ലുക ജഡെന്നും ചൊല്ലുക. സഭാജയതി ഇവനെ എപ്പടി പൂജ പണ്ണ മുടിയും ഇപ്പിടിന്ന് ചൊല്ലി നിറയെ തിട്ടണാണ് ശിശുപാലൻ കൃഷ്ണന്. ഇതി ത്വയി ദുർവചോ വിദിതം ഉദ്വമൻ അവനോട് വായിലേന്ത് വെളിയിൽ വന്നത് തുപ്പൽ ചൊല്ലുവും നമ്മൾ സാറിന് ഇല്ല. ഇങ്ങ വെളിയിൽ വരപ്പെട്ട വാർത്തകളെയും ഉദ്വമൻ അപ്പടിന്ന് ചൊല്ലുക. അപ്പോൾ വായിലേന്ത് വരപ്പെട്ട വാർത്തകൾ എപ്പടി ഇരുന്നതാം ദുർവചനമായിരുന്നതാം. നിറയെ ദുർവചനങ്ങൾ ഭഗവാൻ മേലെ ചൊന്നാൻ ശിശുപാലൻ ഉദായുധ ആസനാത്. ഉടനെ ഭഗവാൻ തന്നോട് സീറ്റിലേന്ത് ഏന്ത് നിന്ന് കയ്യിൽ ശിശുപാലൻ തന്നോട് ഇടത്തിലേന്ത് ഏന്ത് കയ്യിൽ ആയുധവും എടുത്തുകൊണ്ട് വന്ന പാണ്ഡവാഹ അമും സമപതൻ. അപ്പോൾ പാണ്ഡവരെല്ലാവരും കൂടി ചേർന്ന് ഉടനെ ഇവൻ മേലെ കുതിക്ക വറ. ഇതെല്ലാം ശിശുപാലൻ എന്നെല്ലാം ചീത്ത വാക്കായിട്ട് ദുർവചനമായിട്ട് ചൊന്നാനോ അതൊക്കെല്ലാം എന്നുണ്ട് ഒരു വിപരീത അർത്ഥം കൂടി ഉണ്ട്. അതെല്ലാം നിന്ദാസ്തുതി അപ്പടിന്ന് ചൊല്ലുക. നേരത്തെ നമ്മൾ പാത്തോ ഹിരണ്യാക്ഷൻ ഭഗവാന് തിട്ടപ്പെട്ടത് അതെല്ലാം നിന്ദാസ്തുതികളാണ്. ഇங்கே ഇടയൻ ചൊല്ലറ. ഇടയൻ ചൊന്നാൽ ഇടയിലിരിക്കപ്പെട്ടവൻ ഇടയൻ അപ്പടിന്നൊരു വാക്കുണ്ട്. ഏത് രണ്ടാളുകൾക്കും ഇടയിലിരിക്കപ്പെട്ടവൻ അല്ലാട്ടാൽ തന്നോട് മനസ്സുക്കു ഇടയിലൊക്കാന്തിരിക്കപ്പെട്ടവൻ ഇടയൻ. അതൊക്കെ കൃഷ്ണൻ എല്ലാവരോടും മനസ്സുക്കുള്ളേയും ഒക്കാന്തിരിക്കപ്പെട്ടവനാക്കും. എല്ലാത്തെയും തിരിടപ്പെട്ടവനാക്കും. തിരിടൻ ചൊല്ലുക. എന്നത്തെ തിരിടറാർ മനസ്സെ തിരിടറാർ. ഭഗവാൻ മേലെ നമ്മളെന്ന മനസ്സ് നമ്മൾ കൊടുത്താനാണ് ആ ഭഗവാൻ അത് തിരിടിയോട് വരാം. എന്നിട്ട് അവരങ്ങ് വന്ന് ഒക്കാന്ത് പരാം സദാ. പിന്നെ നമ്മൾക്ക് കൃഷ്ണ ഭക്തി തന്നെ ഇരിക്കുമോ ഇന്നമാതിരി നിന്ദാസ്തുതിയായിട്ട് ഇത് വിശേഷം ചൊല്ലുക. നിജപക്ഷകാൻ നിവാര്യ. അപ്പോൾ ഇപ്പോൾ എല്ലാവരും പാണ്ഡവന്മാരെല്ലാം കൂടി ഇവനെ അറ്റാക്ക് പണ്ണ വന്നതും ഭഗവാൻ എല്ലാവരെയും മാറ്റി നിർത്തറാർ. തന്നോട് പക്ഷത്തിലുള്ളവാളെല്ലാവരെയും ഒന്നും പണ്ണാതെങ്കോ അപ്പടിന്ന് சொல்கிறார். ത്വം ഏവ ധനുജധാരിണ സ്വാരിണ. അപ്പോൾ വൻ ദുർവചനങ്ങൾ ചൊല്ലത്തെ ഭഗവാനും കൗണ്ട് പണിക്கிறாരാ. 100 ആയാച്ച വല്ലി 100 ആനതും ഭഗവാനുടനെ അസുരന്മാരെയെല്ലാം എന്നെ പണ്ണുവർ തന്നോട് കയ്യിലിരിക്കപ്പെട്ട ചക്രത്തിനാല് കട്പണ്ണുവർ. അതേമാതിരി ഉള്ള ചക്രത്തെ കയ്യിലെടുത്ത് അഭിമുഖസ്യ വിദ്വേഷിണഃ ശിരഃ ജഹൃഷേ. തന്നോട് മുന്നാടി വന്ന ശത്രുവോട് തലയ ജഹൃഷേ അറത്ത് പോട്ടുവിട്ടാര. സഹ പരം ജനുസ്തൃതയ ലബ്ധയാ സതത ചിന്തയാ ശുദ്ധധീഹി. ശിശുപാലൻ 3 ജന്മമാ
ഭഗവാനേ നനച്ചത് തന്നോട് ബുദ്ധി മനസ്സിൽ 3 ജന്മം എല്ലാവർക്കും ഒരു ജന്മത്തിൽ കൂടി നമുക്ക് ഭഗവാനെ നനയ്ക്കാൻ വേണ്ടിയായിരുന്നില്ല. നമ്മൾ നേരത്തെ 11ാമത്തെ ദശകത്തിലെ പാത്താക്കം സംരംഭയോഗേന ഭവൈസ്ത്രിഭിർമാം ഉപേതാം ചൊല്ലി. സംരംഭയോഗം ഏത് തരത്തിൽ ജയവിജയന്മാർ ശാപം കിടക്കരുത് കേൾക്കറ ഏത് വിധത്തിലും உங்களுக்கு ഭഗവാനെ திருப்பி அடையணும். நிறைய ஜென்மம் கொஞ்சம் கொஞ்சம் பக்தி பண்ணி எத்தினா போருமானா அப்படி அல்லாட்ட സംരംഭയോഗത്തിനാல உங்களுக்கு 3 ജന്മത്തിൽ திரும்பி வரலாம் சொன்னപ്പോൾ അവ சொல்கிறா எங்களுக்கு സംരംഭയോഗം വരും. അങ്ങനെ ഭഗവാനെ വധിக்கிறதுக்கு വരെ തയ്യാറായിട്ട് വരുക. വിദ്വേഷഭക്തി അങ്ങ്. അപ്പോൾ വിദ്വേഷഭക്തി ആർത്ത് அதுக்கு கொஞ்சம் കൂടി அந்த ஒரு ஸ்ட்ரெങ്த் ஜாஸ்தியாக இருக்கும். அப்படி 3 ശിശുപാലൻ ദന്തവക്ത്രനായിരുന്ന ജയവിജയന്മാർ അല്ല முதல்ல இப்போ ശിശുപാലൻ ദന്തവക്ത്രൻ, அதுக்கு முன்னாடி ராவண கும்பகர்ணன், அதுக்கு முன்னாடி ஹிரண்யாக்ஷன் ஹிரண்யകശിപു. அப்படி 3 ജന്മം എടുത്ത് വന്നിരിക്ക. അപ്പം അവനോട് ബുദ്ധി ഭഗവാനെ ചിന്തിച്ച് ലബ്ധയാ സതത ചിന്തയാ സതതം നിരന്തരം ചിന്തയിലെ ഭഗവാൻ മാത്രം ഇരുന്ന് ശുദ്ധദീഹി അവനോട് ബുദ്ധി തെളിഞ്ചാച്ചാ മിന്നേക്ക്. ധീഹി ധീന ബുദ്ധി, ശുദ്ധദീഹി ബുദ്ധി തെളിഞ്ചത്. യോഗിനാം ദുർലഭാം യോഗികൾക്ക് കൂടി കടയ്ക്കാൻ മുടിയാത്ത ദുർലഭமான ത്വയാ പരമാം ഏകതാം അധൃത ഭഗവാനോட ചേർത്തുക്കാന് ഏകീഭാവം സായുജ്യം കിടച്ചത് அந்த ശിശുപാലനുக்கு அப்படின்னு சொல்லலாம். അപ്പോൾ ഇത് കേൾക്കറത്തെ ധർമ്മപുത്രർ കേപ്പർ ഇത്ര തിട്ടപ്പെട്ട് ഇവനക്ക് കിടക്കുമാനാ എങ്ങൾക്കെല്ലാം ഏൻ കിടക്കറില്ലേ നാങ്ങൾ കൃഷ്ണ 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 അപ്പടിന്ന് ചൊല്ലിന്തിരിക്കോമേ. ഭക്തന്മാരാണ് നമ്മളും കൂപ്പിടുറോമേ. കൃഷ്ണ കൃഷ്ണ ഏതുവര കൃഷ്ണ നമ്മൾക്ക് കിടക്കരുതില്ലേ അന്ന് ഭഗവത് സായുജ്യം കിടക്കരുതില്ലേ കേൾക്ക്. നാരദ മഹർഷി அந்த ஹிரண்யாக்ஷ கதையெல்லாம் சொல்லி கொடுக்குறார் அப்படின்னு சொல்லறார். ஹரே கிருஷ்ணா.